വാട്സാപ്പിൽ ഒരാൾ നമുക്ക് റിംഗ് ടൂൺ അയച്ചു തന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മൊബൈലിലെ റിംഗ് ടൂൺ ആയിട്ട് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ സാധിക്കും? വാട്സാപ്പിൽ നിന്ന് തന്നെ ഡയറക്റ്റ് റിംഗ് ടൂൺ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു റിംഗ് ടൂൺ നമ്മുടെ മൊബൈലിലെ ഗാലറിയിൽ സേവ് ചെയ്തിരിക്കണം. സാധാരണഗതിയിൽ ഇപ്പോൾ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസ്, വീഡിയോസ് അത് ഗാലറിയിലേക്ക് നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയ വിസിബിലിറ്റി ഓൺ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ഫോട്ടോസ്, വീഡിയോസ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ അത് ഗാലറിയിലും സേവ് ആകും. എന്നാൽ നമുക്ക് വരുന്ന വോയിസ് ക്ലിപ്പ്, അതുപോലെ തന്നെ ഇതുപോലുള്ള റിംഗ് ടൂണുകൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കേൾക്കാം എന്നല്ലാതെ അത് ഗാലറിയിൽ എവിടെ പോയി തപ്പിയാലും കാണാനും സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വാട്സാപ്പിൽ നമുക്ക് വരുന്ന വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ റിംഗ് ടൂൺ അല്ലെങ്കിൽ പാട്ട് നമുക്കൊരാൾ അയച്ചു തന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും, ഗാലറിയിൽ സേവ് ചെയ്തത് എങ്ങനെ നമുക്ക് റിംഗ് ടൂൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചാണ്. അറിയാത്തവർ കാണുക, അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പിൽ ഞാനൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തു. ഇയാൾ എനിക്ക് ഒരുപാട് വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട്. പക്ഷേ ഈ വോയിസ് ഒന്നും ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ ഇത് ഗാലറി എങ്ങനെ സേവ് ചെയ്യാം? അത് വോയിസ് നോട്ട് ആണെങ്കിലും റിംഗ് ടോൺ ആണെങ്കിലും പാട്ടാണെങ്കിലും ഓക്കെ. ഞാനിപ്പോൾ അദ്ദേഹം അയച്ച ആ ഒരു വോയിസ് ക്ലിപ്പിൽ ലോങ് പ്രസ് ചെയ്യാണ്. അങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഷെയറിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ മോർ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷെയറിൻ്റെ ഇങ്ങനെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ചില മൊബൈലിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താലായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഷെയറിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുക. എന്തായാലും ആ ഐക്കണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഷെയർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫയൽ മാനേജർ ഏതാണ് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഗൂഗിളിൻ്റെ ഫയൽ മാനേജറാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങളുടെ മൊബൈലിലുള്ള ഫയൽ മാനേജർ ആണെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, ഞാനിപ്പോൾ അത് തിരഞ്ഞെടുത്ത ഉടനെ തന്നെ കണ്ടോ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട്. കണ്ടോ ഇവിടെ ഗാലറിയിൽ അത് വന്നു കഴിഞ്ഞു. ഇനി ബാക്ക് വന്നിട്ട് ആ ഫയൽ മാനേജർ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ എന്ന ഭാഗത്ത് ഏറ്റവും മുകളിൽ ആ ഒരു ഫയൽ വന്നിട്ടുണ്ടാകും. അതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലൊന്നും ഇത് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. അതുമാത്രമല്ല ഈ ഫയലിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലും ഇവിടെ റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. അപ്പോൾ എങ്ങനെ സെറ്റ് ചെയ്യാം? അതിനായിട്ട് ഇവിടെ മാർക്ക് ഒഴിവാക്കിയിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് കേൾക്കുക. ഇപ്പോൾ നമുക്കത് കേൾക്കാം. സൗണ്ട് ഞാൻ കുറച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ കണ്ടോ സെറ്റസ് റിംഗ് ടോൺസ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് ഈ ഒരു ഫയൽ നമുക്ക് റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ വരുന്ന വോയിസ് നോട്ടുകൾ, അതുപോലെ തന്നെ പാട്ട് പാടി ആരെങ്കിലും അയച്ചാൽ, അല്ലെങ്കിൽ പാട്ട് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിംഗ് ടോൺ ആയിട്ട് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതൊക്കെ ഗാലറിയിൽ എങ്ങനെ സേവ് ചെയ്യാമെന്നും ഗാലറിയിൽ നിന്ന് എങ്ങനെ നമുക്ക് റിംഗ് ടോൺ ആക്കി മാറ്റാമെന്നും നിങ്ങൾക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, വളരെ സിമ്പിളാണ്, എന്നാലും പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.